നമ്മൾ ഇന്ന് പഠിക്കുന്നത് 1-ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പച്ചക്കറി തോണി എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പച്ചക്കറി തോണി എന്താണ് മക്കളെ പച്ചക്കറികൾ? നിങ്ങൾ പച്ചക്കറികൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പച്ചക്കറിയെങ്കിലും ഉണ്ടായിരിക്കുമല്ലേ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും തരുന്ന ആഹാരവസ്തുക്കളാണ് ഈ പച്ചക്കറികൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പച്ചക്കറികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യണം? കഴിക്കണം കേട്ടോ. നമുക്ക് പാഠഭാഗം വായിക്കാം. നോക്കിയേ മക്കളെ. കിടന്നു മടുത്തു മത്തങ്ങ നാട് കാണാനിറങ്ങി. എങ്ങോട്ടാ? പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു. കിടന്നു മടുത്തു മത്തങ്ങ നാട് കാണാനിറങ്ങി. ആരാണ് മക്കളെ നാട് കാണാനിറങ്ങിയത്? മത്തങ്ങ നാട് കാണാനിറങ്ങി. തറയിൽ പടരുന്ന വള്ളിയിൽ പിടിക്കുന്ന ഒരു കായാണ് മത്തങ്ങ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ അപ്പോൾ എന്തു ചോദിച്ചു മക്കളെ മത്തങ്ങയോട്? നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചല്ലേ? നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. കുമ്പളങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ? പാകമായ കുമ്പളങ്ങയുടെ പുറത്ത് നല്ല വെള്ള നിറത്തിലുള്ള ഒരു പൊടി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പൗഡറും പൂശിയാണ് ആര് നിൽക്കുന്നതെന്ന്, കുമ്പളങ്ങ നിൽക്കുന്നതെന്ന് പറയുന്നത്. കുമ്പളങ്ങയുടെ ചോദ്യം കേട്ട് മത്തങ്ങ പറയുകയാണ്, സവാരിക്കിറങ്ങിയതാ, ഞാനൊരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. നാടൊന്നു ചുറ്റണം, എനിക്ക് നാടെല്ലാം എന്ത് ചെയ്യണം? ഒന്ന് ചുറ്റിക്കാണണം. ഞാനും വരുന്നു. ഇത് കേട്ട് കുമ്പളങ്ങ പറഞ്ഞു, ഞാനും നിന്നോടൊപ്പം വരുന്നുണ്ട്. രണ്ടുപേരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടന്നു. അതാ കുത്തനെ ഒരു ഇറക്കം. അപ്പം എന്താ? താഴോട്ടൊരു ഇറക്കം. അയ്യോ കാല് തെന്നുന്നേ, പിടിക്കണേ. അപ്പം എന്ത് ചെയ്തു? കുത്തനേ ഉള്ള ഇറക്കമായതുകൊണ്ട് രണ്ടുപേരും കാല് തന്നെ എന്ത് ചെയ്തു? താഴേക്ക് പോയി. രണ്ടുപേരുടെയും നില തെറ്റി ഉരുണ്ടുരുണ്ട് താഴോട്ട്. രണ്ടുപേർക്കും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. രണ്ടുപേരും എന്ത് ചെയ്തു? ഉരുണ്ടുരുണ്ട് താഴേക്ക് വീണു. സഹായിക്കാൻ കൈ നീട്ടിയ ചേനയും പടവലവും തക്കാളിയും എല്ലാം കാലിടറി വീണു. അപ്പോൾ ഇവരുടെ നിലവിളി കേട്ടിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി ആരൊക്കെയാണ് അവിടെ വന്നത് മക്കളെ? ആരൊക്കെയാണ് വന്നത്? ചേന വന്നു, പടവലം വന്നു, തക്കാളി വന്നു. എന്നാൽ പക്ഷേ ഇവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവരെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ഇവരും എന്ത് ചെയ്തു? അവരോടൊപ്പം താഴേക്ക് പോയി. ഡും 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 ഡും. ഉരുണ്ടുരുണ്ട് എല്ലാവരും ചെന്ന് വീണതോ പുഴയിൽ. എന്ത് ചെയ്തു? ഇവരെല്ലാവരും ചെന്ന് ഉരുണ്ടുരുണ്ട് എവിടെ ചെന്ന് വീണു മക്കളെ? പുഴയിൽ ചെന്ന് വീണു. നാട് കാണാൻ ഇറങ്ങിയ മത്തങ്ങയുടെയും കൂട്ടുകാരുടെയും കഥ എല്ലാവർക്കും ഇഷ്ടമായ മക്കളെ? നമുക്കിനി ഈ കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാം. എന്തൊക്കെ ചോദ്യങ്ങൾ പറയാൻ നോക്കിയേ. മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണം എന്താണ്? എന്താണ് മക്കളെ മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണം? അവരുടെ കാല് തന്നെയാണ് മത്തങ്ങയും കുമ്പളങ്ങയും പുഴയിലേക്ക് വീണത്. ഇനി ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ പറയാൻ പറ്റും മക്കളെ? നോക്കിയേ. നാട് കാണാൻ ഇറങ്ങിയത് ആരാണ്? നമുക്ക് ചോദിക്കാം അല്ലേ? ആരായിരുന്നു നാട് കാണാൻ ഇറങ്ങിയത്? മത്തങ്ങയായിരുന്നു നാട് കാണാൻ ഇറങ്ങിയത്. പിന്നെന്താ? പൗഡറും പൂശി വഴിയരികിൽ നിന്നതാരായിരുന്നു? ആരാണ്? കുമ്പളങ്ങയാണ് പൗഡറും പൂശി വഴിയരികിൽ നിന്നത്. കിടന്ന് മടുത്തതാരായിരുന്നു മക്കളെ? മത്തങ്ങ. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? കിടന്ന് മടുത്തതാരാണ്? മത്തങ്ങ. ചേനയും പടവലവും തക്കാളിയും എല്ലാം ഇവരെ സഹായിക്കാൻ വന്നില്ലേ? അപ്പം നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലോ? ആരെല്ലാമാണ് ഇവരെ സഹായിക്കാൻ എത്തിയത്? ആരെല്ലാമായിരുന്നു? ചേന, പടവലം, തക്കാളി അല്ലേ? എല്ലാവരും ഉരുണ്ടുരുണ്ട് പുഴയിൽ ചെന്ന് വീണില്ലേ? അപ്പം നമുക്ക് ചോദിക്കാം, എല്ലാവരും ഉരുണ്ടുരുണ്ട് എവിടെയാണ് ചെന്ന് വീണത്? എവിടെയാണ്? പുഴയിൽ. നോക്കിയ മക്കളെ, പുസ്തകത്തിലെ ചിത്രം കണ്ടോ? ഇതിൽ വെള്ളത്തിൽ വീണ മത്തങ്ങയും കുമ്പളങ്ങയും ചേനയും പടവലവും തക്കാളിയും എല്ലാം സന്തോഷത്തോടെ ഒരു ഇലത്തോണിയിൽ ഇരിക്കുന്നു ഇല്ലേ? അപ്പോൾ ഇവർ ഇലത്തോണിയിൽ കയറി എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അപ്പം നമുക്കൊരു ചോദ്യം ചോദിച്ചൂടെ? എന്ത് ചോദിക്കാം? പുഴയിൽ വീണ മത്തങ്ങയും കൂട്ടുകാരും എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എങ്ങനെയാണ് മക്കളെ അവർ രക്ഷപ്പെട്ടത്? ഇലത്തോണിയിൽ കയറി അവർ രക്ഷപ്പെട്ടു. മത്തങ്ങയുടെയും കൂട്ടുകാരുടെയും കഥയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായോ? അടുത്ത് നോക്കൂ മക്കളെ. പാട്ടരങ്ങ്. കുറേ പച്ചക്കറികളുടെയൊക്കെ പേര് കൊടുത്തിട്ടുള്ള ഒരു പാട്ടാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. മത്തൻ ചേന കുമ്പളങ്ങ തിത്തിത്താര തിത്തിത്തൈ, വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താര തിത്തിത്തൈ. മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവലം മുരിങ്ങക്കായ. ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈതൈതോ
വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പും മല്ലിച്ചപ്പും ഇഞ്ചി പച്ചമുളകുകൾ നിരന്നു നിന്നു. പച്ചക്കറി തോണിയേറി പച്ചക്കറി തുഴയേന്തി പച്ചക്കറി പാട്ടും പാടി വരുന്നു ഞങ്ങൾ. പുസ്തകത്തിൽ ചിത്രം കണ്ടോ മക്കളെ? കുറച്ച് കൂട്ടുകാരിരുന്ന് എന്ത് ചെയ്യുന്നു? തോണിയിൽ പോകുകയാണല്ലേ. അവർ ഈ പാട്ട് പാടുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടമായോ? എല്ലാവരും പാടി നോക്കണേ. അടുത്ത് നോക്കിയ മക്കളെ, 2 കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ ഒന്നിൽ പാട്ടിലുള്ള പച്ചക്കറികൾ എഴുതണം, ഒന്നിൽ അറിയാവുന്ന മറ്റു പച്ചക്കറികളും എഴുതണം. പാട്ടിലുള്ള പച്ചക്കറികൾ ഏതെല്ലാമായിരുന്നു? മത്തങ്ങ, ചേന, കുമ്പളങ്ങ, വെണ്ടയ്ക്ക, ചീര, വെള്ളരിക്ക, നേന്ത്രക്കായ, പടവലം, മുരിങ്ങക്കായ, ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇവയായിരുന്നു പാട്ടിലുണ്ടായിരുന്ന പച്ചക്കറികൾ. അറിയാവുന്ന മറ്റു പച്ചക്കറികൾ ഏതൊക്കെ നമുക്കവിടെ എഴുതാം? വഴുതനങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്, പാവയ്ക്ക, കാബേജ്, പയർ, തക്കാളി, ബീൻസ്. ഇനി മക്കൾക്കറിയാവുന്ന മറ്റു പച്ചക്കറികൾ കൂടെ അവിടെ എഴുതി ചേർക്കണേ. നോക്കൂ മക്കളെ, പച്ചക്കറികൾക്കെല്ലാം ഒരേ രുചിയാണോ? അല്ല അല്ലേ? നിങ്ങൾക്കറിയാം, പച്ചക്കറികൾക്കെല്ലാം വ്യത്യസ്തങ്ങളായ രുചികളാണ്. ഓരോ പച്ചക്കറികൾക്കും ഓരോ രുചിയാണുള്ളതില്ലേ? നല്ല ഭംഗിയുള്ള നിറങ്ങളുള്ള ചില പച്ചക്കറികൾ നമ്മളുടെ പച്ചക്കറികളുടെ കൂട്ടത്തിലുണ്ടല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള പച്ചക്കറികൾ? ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ള അത്തരം പച്ചക്കറികൾ? പച്ചത്തക്കാളിക്കും പഴുത്ത തക്കാളിക്കും ഒരേ നിറമാണോ? അല്ല, പഴുത്ത തക്കാളിയുടെ നിറം നല്ല ഭംഗിയല്ലേ? അതുപോലെ ക്യാരറ്റിനും ബീട്രൂട്ടും നല്ല നിറങ്ങളുള്ള പച്ചക്കറികൾ ആണ്. നോക്കിയേ മക്കളെ, എല്ലാ പച്ചക്കറികളുടെയും ഒരേ ഭാഗമല്ല നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. ചിലതിൻ്റെ ഇലകൾ ഉപയോഗിക്കുമ്പോൾ ചിലതിൻ്റെ കായകൾ ഉപയോഗിക്കുന്നു, മറ്റ് ചിലതിൻ്റെ എന്ത് ചെയ്യുന്നു? തണ്ടുകൾ ഉപയോഗിക്കുന്നു, ചിലതിൻ്റെ പൂവുകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ പച്ചക്കറികളുടെ പല ഭാഗങ്ങളാണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. നോക്കിയേ മക്കളെ, പച്ചക്കറികളുടെ ഉപയോഗമനുസരിച്ച് തരംതിരിക്കാം. ഇലകൾ ഏതൊക്കെ ഇലകളാണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്? ചീരയില, മുരിങ്ങയില, തഴുതാമയില, പയറില, മത്തയില, ചേമ്പില ഇവയൊക്കെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഇലകളാണ്. അടുത്ത് നോക്കി കായകൾ. വാഴക്കായ, മുരിങ്ങക്കായ, കോവയ്ക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, വഴുതനങ്ങ ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പച്ചക്കറികളിലെ കായ്ഭാഗങ്ങൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നവയാണ്. അടുത്ത് നോക്കി മറ്റു ഭാഗങ്ങൾ. എന്തൊക്കെയാണ് മറ്റു ഭാഗങ്ങൾ എന്ന് പറയുക? ചില ചെടികളുടെ നമ്മൾ പൂവ് ഉപയോഗിക്കും, ചിലതിൻ്റെ തണ്ട് ഉപയോഗിക്കും, ചിലതിൻ്റെ പിണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണത്? വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, ചേനത്തണ്ട്, മുരിങ്ങപ്പൂവ്, ചേമ്പിൻ തണ്ട്, ഉള്ളിപ്പൂവ്. അടുത്ത് നോക്കിയ മക്കളെ, കടങ്കഥകൾ. അടിപ്പാറ, നടുവടി, തലകാട്. അടിയിൽ പാറ പോലെ, നടുക്ക് വടി പോലെ, അതിൻ്റെ മുകൾ ഭാഗത്ത് വരുമ്പം കാട് പോലെ. അങ്ങനെയുള്ള പച്ചക്കറി ഏതാണ്? ചേന. അടുത്ത് നോക്കിയ മക്കളെ, കയ്പുണ്ട് കാഞ്ഞിരമല്ല, മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് വാനരനല്ല. എന്താണ് അതിൻ്റെ ഉത്തരം? പാവയ്ക്ക. അടുത്ത് നോക്കിയേ, മണ്ണിനുള്ളിൽ പൊന്നമ്മ. എന്താണ്? മഞ്ഞൾ. മക്കൾക്കെല്ലാം പാഠഭാഗം നന്നായി മനസ്സിലായോ? ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.